നമസ്കാരം. ഈയിടെയായിട്ട് കണ്ടുവരുന്നൊരു പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് ഈ ഇടുപ്പല്ലിൻ്റെ ഈ തേയ്മാനം. അതായത് അവാസ്കുലാർ നെക്രോസിസ് ഓഫ് ദി ഹിപ്പ് എന്ന് പറയും. ഈ ഹിപ്പിൽ ഇങ്ങനെ ഒരു ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഭാഗത്തോട്ടുള്ള രക്തക്കുഴലുകളൊക്കെ ഞെരുങ്ങുകയും ഒക്കെ ചെയ്തിട്ട് നീർവീക്കമൊക്കെ വന്നിട്ട് ഈ ഇതിൻ്റെ ഹെഡ് അങ്ങ് തേഞ്ഞു പോകും. അങ്ങനെ വരുമ്പോൾ ശരിയായിട്ട് കാല് നടക്കുന്നതിനും ഇരിക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൻ്റെ കോംപ്ലിക്കേഷനായിട്ടും അതുപോലെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ വീക്കങ്ങളൊക്കെ ഉണ്ടാവുകയും ഈ രക്തക്കുഴലുകൾ ഞെരുങ്ങുന്നതനുസരിച്ച് രക്തം കിട്ടാതെ വരുമ്പോഴത്തേക്കാണ് ഇത് തേയ്മാനം കൂടുതൽ സംഭവിക്കുന്നത്. അതിന് ആയുർവേദത്തിൽ സിദ്ധ മർമ്മ ചികിത്സകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഹെഡ് ഇപ്പം മൊത്തത്തിൽ മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരും. ഇങ്ങനെ കൂടുതൽ അത് ശ്രദ്ധിക്കാതെ ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഹെഡ് തേഞ്ഞ് പോയിട്ട് പിന്നെ മൊത്തത്തിൽ പുതിയ ലോഹം കൊണ്ടുള്ള ഒക്കെ മാറ്റി വയ്ക്കേണ്ട അവസ്ഥകളാണ് വരുന്നത്. പക്ഷേ അതങ്ങനെ വരാതെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. അതിനുള്ള മർമ്മ ചികിത്സകൾ, ഉള്ളിലുള്ള തൈലസേവകൾ, ഉഴിച്ചിൽ ധാര ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ചെയ്ത് ആ ഭാഗത്ത് വാസ്കുലാരിറ്റിയൊക്കെ കൂട്ടിയും ഇൻഫ്ലമേഷനൊക്കെ കുറച്ചും അതിൻ്റെ പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അത് പലർക്കും അതിനെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് കുറേ കേസുകൾ അതുപോലെ സുഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഓപ്പറേഷനിലോട്ട് കിടക്കാതെ രക്ഷപ്പെടുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഇടുപ്പിന് വേദന, അതുപോലെ ഓസ്റ്റിയോആർത്രൈറ്റിസ് കൊണ്ടുണ്ടാകുന്ന ഇപ്പം പെടലിക്ക് നീരുവീക്കം, അതേപോലെ മുട്ടിനുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു ഫാമിലിയിൽപ്പെട്ട അസുഖങ്ങൾ തന്നെയാണ്. പല പേരിൽ അറിയപ്പെടുന്നെങ്കിലും ഇതിനൊക്കെ കാരണം നീർവീക്കം, ജോയിൻസിനുണ്ടാകുന്ന നീർവീക്കങ്ങളാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് ശമിപ്പിക്കുന്നതിനുള്ള ഇൻറ്റേർണൽ മെഡിസിൻസ് ഉണ്ട്. അത് യഥാകാലം ഉപയോഗിക്കുകയും പുറമേ ചെയ്യേണ്ട ക്രിയകളും കൂടെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. മിക്കവാറും ഇപ്പം ഇതൊരു 30 വയസ്സ് തൊട്ട് 50 വയസ്സ് വരെയുള്ളവരിൽ ഇത് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. കൂടുതലും സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട്, പുരുഷന്മാരിലും ഉണ്ട്. കൂടുതൽ ഇരുന്നുകൊണ്ടുള്ള പണിയാണല്ലോ കൂടുതൽ. അപ്പോൾ ശരീരത്തിന് ഒരു അനക്കം കിട്ടാതെ വരികയും രക്തോട്ടമൊക്കെ ശരിയാവാതെ വരികയൊക്കെ ചെയ്യും. അതിനാണ് നമ്മൾ എണ്ണയൊക്കെ ഇട്ട് തടവി അതൊക്കെ തിരുമ്പ് പ്രയോഗങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വാതശമനമായിട്ടുള്ള ഔഷധങ്ങൾ, അത് നീർക്കെട്ട് കുറയ്ക്കാനുള്ള ഔഷധങ്ങൾ, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിനെല്ലാം മാറ്റം ഉണ്ടാവുകയും അതിന് സ്വാഭാവികമായ ഷേപ്പ് നഷ്ടപ്പെടാതെ നിലനിർത്താൻ സാധിക്കും. ബൈക്ക് യാത്രയൊക്കെ ചെയ്യുന്നവർ ഒരു 6 മാസത്തിലൊരിക്കലെങ്കിലും എണ്ണയൊക്കെ ഇട്ട് നടുവൊക്കെ ഒന്ന് തടവുകയോ ഇതിന് മരുന്നൊക്കെ കഴിക്കുകയോ ചെയ്യുന്നത് നല്ലതാണ്. കാര്യം കൂടുതലും ഗട്ടറിലൊക്കെ വീഴുമ്പോൾ നടുവിന് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തലയിൽ എണ്ണ തേക്കുന്നത് നമ്മൾ അഭ്യംഗം എന്ന് പറയും. ഈ തലയിൽ എണ്ണ തേക്കുന്നതിന് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തെ അതിൻ്റെ സ്വാഭാവികമായ നിലനിൽപ്പിന് തലയിൽ എണ്ണ തേപ്പ് വളരെ പ്രധാനമാണ്. പലരും പറയാറുണ്ട് തലയിൽ എണ്ണ വെച്ചുകൊണ്ട് വലിയ ഫലമൊന്നുമില്ല, അത് ശരീരത്തിൽ വ്യാപിക്കത്തൊന്നുമില്ല, വെറുതെ അത് തേക്കുന്നതെന്നൊക്കെ പറയുന്നെങ്കിലും അനുഭവത്തിൽ ഇതിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. അത് പണ്ട് മുതലേ ഇത് ശീലിച്ചു വന്നതാണ്. കേരളത്തിലൊക്കെ പണ്ട് വൈദ്യശാലകളിലൊക്കെ എണ്ണ കാച്ചി വെച്ചിരുന്ന സ്ഥിരം ആളുകൾ മേടിച്ച് തലയിൽ തേക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. ആ പതിവൊക്കെ നിന്നതിൻ്റെ ദോഷങ്ങളാണ് ഇന്നിപ്പം കേരളത്തിൽ ആർക്കും കായികമായിട്ട് അധ്വാനിക്കാത്തൊരു സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. ഇപ്പം കൂടുതലും ബംഗാളികൾ ഇവിടെ വന്ന് കയറുന്നതിന് കാരണം ഇവിടെ ഹ്യൂമിഡിറ്റി കൂടിയ സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം കൂടുതൽ വിയർപ്പ് ഉള്ളിൽ വലിയാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. പിന്നെ നീർത്താഴ്ച എന്നൊക്കെ പറയും പണ്ടുള്ളവർക്ക് അറിയാതെ. അതിന് നമ്മളെ അനുഭവം കൊണ്ടത് മനസ്സിലാവും. പിടലിയിലൊക്കെ തപ്പി നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ നീര് കെട്ടി കിടക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതൊക്കെ വരാതിരിക്കുന്നതിന് തലയിൽ അഭ്യംഗം ചെയ്യുകയും രാസനാദി പൊടിയൊക്കെ തലയിൽ തേക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു കേരളീയർക്ക്. അത് ഈയിടെയായിട്ട് അതൊക്കെ അങ്ങ് നിന്നതിൻ്റെ ദോഷങ്ങൾ ആണ് ഇപ്പം ഈ എല്ല് തേയ്മാനം കൂടിക്കൊണ്ട് വരുന്നതിനൊക്കെ പ്രധാന കാരണങ്ങൾ. ഔഷധങ്ങൾ ഉള്ളി കഴിക്കുന്നത് നമ്മൾ വേറെ ചെയ്യുന്നത് പോലെ, പുറമേ ഒരു ചെടി വാടിയിരിക്കുകയാണെങ്കിൽ അതിനെ പുറത്തിട്ട് വെള്ളം തളിക്കുന്ന പോലെ പുറമേയുള്ള ക്രിയാക്രമങ്ങൾ. ഉള്ളിൽ ഒരു ചികിത്സകൻ്റെ നിർദ്ദേശം അനുസരിച്ച് മരുന്ന് കഴിച്ചിട്ട് വേണം പുറമേയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അല്ലാതെ പുറമേ എണ്ണയിട്ടങ്ങ് തേക്കുകയും ചൂട് കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണത്തേക്കാൾ ചിലപ്പം ദോഷം ഉണ്ടാവും. ഉള്ളിൽ ഇൻറ്റേർണൽ മെഡിസിൻ കഴിച്ചും കൊണ്ട് കുറഞ്ഞു വരുമ്പോഴാണ് പുറമേയുള്ള ക്രിയകളൊക്കെ ചെയ്യേണ്ടത്. പിന്നെ കൊച്ചു കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിൽ കൊട്ടൻ ചുക്കാതിയോ വെണ്ണുന്തരമൊക്കെ ഇട്ട് തടവിയോ ഇച്ചിരി ഒക്കെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളത്തിൽ കുളിക്കുകയൊക്കെ ചെയ്യാം. നേരത്തെ സ്ഥിരം അത് മാത്രം ചെയ്താൽ പോരാ. ഇൻറ്റേർണൽ മെഡിസിൻ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യുന്നതായിരിക്കും നല്ലത്.